ഇല്ലാതെ ഒരാൾ മുസ്ലിം ആകില്ല. തൗഹീദ് ഇല്ലാത്തവൻ മുസ്ലിം അല്ല. ഇത് തൗഹീദില്ല, മുസ്ലിമാണ്, മുശ്രിക്കാണ്, കാഫിറാണ്, എന്നാ ആയിട്ടില്ല, എന്നാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വൈരുദ്ധ്യം പറയാനൊന്നും നിൽക്കണ്ട. തൗഹീദ്, അവിടെ ഒരു വൈരുദ്ധ്യവുമില്ല. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഫൽ ആതി ബി തൗഹീദ് അല്ലദീ ഹുവ അഫ്ദലുൽ അശ്യാ യകൂനു താരികൻ ലിശ്ശിർകി അല്ലദീ ഹുവ അഖസ്സുൽ അശ്യാ വഅർദലുഹാ. തൗഹീദും ശിർക്കും പരസ്പര വിരുദ്ധങ്ങളാണ്. തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതത്തിന്റെ ഉടമ അവൻ അതേ നിലക്ക് അവൻ മുവഹിദായിരിക്കെ, പറയുന്നത് ശ്രദ്ധിക്കണം, പറയുന്ന വാക്കുകളുടെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളാൻ വിശാലത കാണിക്കണം. തൗഹീദിന്റെ ആളായിരിക്കെ പിന്നെ അവനെ കുറിച്ച് ശിർക്ക് ആരോപിക്കുക എന്നുള്ളത്, മുശ്രിക്കാവുക എന്ന് പറയുന്നത് അത് തികഞ്ഞ ആരോപണമാണ്. ശിർക്ക് എന്തുമാത്രം പാതകമാണോ, എന്നാൽ ആ പാതകത്തിന്റെ ആരോപകർ വലിയ പാതകമാണ്, വലിയ തെറ്റാണ് ഈ സമുദായത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകൾക്കു നേരെ ശിർക്കിന്റെ ആരോപണവുമായിട്ടാണല്ലോ 1400 കൊല്ലത്തെ പാരമ്പര്യമുള്ള കേരളീയ മുസ്ലിമീങ്ങളിൽ ഒരു 90-95 കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യം മാത്രമുള്ള കേരള നദ്വത്തുൽ മുജാഹിദീന്റെ അതിന്റെ സാക്ഷാൽ രൂപമായ വഹാബി പ്രസ്ഥാനം ഇവിടെ കടന്നു വന്നത്. ഒക്കെ നീ കൊടുത്ത കഴിവാണ് അല്ലാഹ് ഉള്ളത്. ആ കഴിവ് കൊണ്ട് ഞങ്ങൾ അവരോട് ചോദിക്കുന്നു, അതിനോടൊപ്പം ഞങ്ങൾ നിന്നിലേക്ക് പങ്കു ചേർക്കുന്നു എന്ന് പറഞ്ഞ വാദം ഇത് മക്കയിലെ മുശ്രിക്കുകളുടെ വാദമാണ്. ആ വാദത്തെ തകർത്തെറിയുകയാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അതിൽ ആരെന്നില്ല, അത് ചെയ്യുന്ന ആരായാലും പെടും, അത് ചെയ്യുന്ന ആരും പെടും. അതിന് എംപി ആണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരാണെങ്കിലും അതിൽ പെടും. ആ ആയത്തിന്റെ ലിംലിലാണ് അവർ പെടുക. ഞാൻ അതിലില്ല എന്ന് പറഞ്ഞ് കുതറി മാറിയിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്നത് അതിന് തത്തുല്യമാണോ, അതിൽ പെടുക തന്നെ ചെയ്യും.